ആ വാൾപേപ്പറിനെ പറ്റി അധികമൊന്നും പറയല്ലേ. ഞാനിങ്ങനെ ഈ ജിം ഇങ്ങനെ ചെയ്തപ്പം അതിന്റെ ഒരു ആർക്കിടെക്ട് ഒരു പയ്യനുണ്ട്. പുള്ളിയോട് ഞാൻ പറഞ്ഞു ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു മോട്ടിവേഷനൊക്കെ കിട്ടുന്ന കുറച്ച് നല്ല ന്യൂട്രീഷ്യസ് ഫുഡും അതിൻ്റെ കൂടെ ചെറിയൊരു നമുക്കൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു വാൾപേപ്പർ വേണം ഒട്ടിക്കാൻ. നമ്മളല്ലാത്ത ഇപ്പോൾ വീടുകളിൽ ഒട്ടിക്കുന്ന വാൾപേപ്പർ കടയിലൊക്കെ നോക്കിയപ്പോൾ ജിമ്മിന്റെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ അടിപൊളിയായിട്ട് കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി അതങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് മോട്ടിവേഷൻ തന്നിട്ട് നമ്മളെ എന്നെ ഇതിനകത്തോട്ട് കയറ്റാത്ത മട്ടിലേക്കുള്ള രീതിയിൽ ആ പുള്ളീനെയൊക്കെ കാണുന്നതോട് കൂടിയിട്ട് ഞാൻ പിന്നെ ഇതിനകത്തോട്ട് അധികം കയറാറില്ല. അയാളെ കാണുമ്പോൾ തന്നെ എന്റെ മോട്ടിവേഷൻ ഇല്ലാതെ കൂടിയിട്ട് ഞാൻ എന്റെ എനർജി എല്ലാം വന്നിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചത്, ഒരു ജിമ്മിലും ഇതുവരെ കാണാൻ ഞാൻ വെച്ചതാ. വിചാരിച്ചു ഇനി വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അതേലോട്ട് നോക്കിയാൽ ഒരു മോട്ടിവേഷൻ വരില്ല. കാരണം പുള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ട് നീ വർക്കൗട്ട് ചെയ്യുന്നു പറയാറുണ്ട്. പിന്നെ അപ്പൊ ഇദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മോട്ടിവേഷൻ വരട്ടെ. അയ്യോ നമുക്ക് ഒട്ടും എന്റെ അമ്മോ നമുക്ക് പറ്റിയല്ലാത്ത പരിപാടിയാണ്. എനിക്ക് വെയിറ്റ് ലിഫ്റ്റിങ് പറ്റത്തില്ല, അതിനുള്ള കൈക്കുള്ള ആരോഗ്യം ഇല്ല. ഈ ബാൽക്കണിയിലേക്കൊക്കെ വല്ലപ്പോഴെങ്കിലും ചേച്ചി വരാറുണ്ടോ? ഇവിടെ മഴയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ ഇഷ്ടമാണ്. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. പുറത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. വീട്ടിൽ തന്നെയൊക്കെ ഇങ്ങനെ ഈ മിറ്റത്തൂടെയൊക്കെ നടക്കാനും ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി അപ്പന എന്റേതായ വേൾഡില് തന്നെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബോംബെ മിസ് ചെയ്യാറുണ്ടോ? എനിക്കില്ല. ഇല്ലല്ലേ? ഇവിടെ എനിക്ക് ഇവിടെ ഇഷ്ടം. ഞാനാണല്ലോ ഇങ്ങോട്ട് പോരാനുള്ള ഒരു ഇൻസ്പിറേഷൻ. പിള്ളേർക്ക് ബോംബെ മിസ് ചെയ്യാറുണ്ട്. അവരവിടെ പോകണം. ഇവിടെ വന്നിട്ട് ഇപ്പൊ 4 വർഷം. ചേച്ചിയുടെ കൂടെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയ വീടല്ലേ? അതെ. കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ആരായിരുന്നു, ഭാര്യ ഭർത്താവോ? അല്ല, ഒരു പ്ലാനിങ്ങിലല്ല എൻ്റെ തന്നെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പിന്നെ ഇതിന്റെ മെറ്റീരിയൽസും ഇതിന്റെ പണി മൊത്തം അദ്ദേഹത്തിന്റെ അതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. പിന്നെ ഇന്റീരിയറും എല്ലാം എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം, റൂംസ് ഒക്കെ എങ്ങനെ വരണം, എല്ലാം എൻ്റെ തന്നെ. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, തിയേറ്റർ ഒഴിച്ചാല്. തിയേറ്റർ പിള്ളേരുടെയും ഹസ്ബൻഡിന്റെയും തന്നെ ഐഡിയ ആണ്. ബാക്കിയെല്ലാം എൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും ഈ 2 മക്കള്, ഒരാൾ 9ാം ക്ലാസ്സിലും മറ്റൊരാൾ +1ലും, അവരെ നോക്കുക, അവരെ വീഡിയോയിൽ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം തോന്നും. പക്ഷെ അവരൊരിക്കലും വരില്ല. ഒരാൾ ആദ്യമേ ഇവിടുന്ന് രക്ഷപ്പെട്ടു, മറ്റേയാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിയിലേക്ക് വേണ്ടത്. അതെല്ലാ മക്കളും ഇങ്ങനെ തന്നെ ചേച്ചി. അതുകൊണ്ട് ചേച്ചിക്ക് അതിനകത്ത് വിഷമം ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഞാനത് കുറേയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. കാരണം ഓരോ ഏജിലുള്ള കാരണം ഞാൻ ആ ഏജിൽ കൂടെ കടന്നു പോകുന്നപ്പോഴുള്ള ഇതെല്ലാം എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയാണ്. അപ്പം ഞാൻ അതിനെ ഓർക്കും, ഞാൻ അങ്ങനെയായിരുന്നല്ലോ, ഒരു ഓട്ടോമാറ്റിക്കലി. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്നവരാ. അപ്പം എന്നെ പോലെയൊന്നും അല്ല.